Hey, hi, hello. Welcome to another episode of Ridiculous Travelers. വെറുതെ വീട്ടിലിരുന്നപ്പോഴത്തേക്ക് എന്തായാലും വീക്കെൻഡ് അല്ലേ, ഒരു 10 സ്റ്റേ പോകാമെന്ന് വിചാരിച്ചു. ഒരു ട്രിവാൻഡ്രത്ത് തൊട്ടടുത്ത് തന്നെ ഒരു 10 സ്റ്റേ അല്ലെങ്കിൽ ഒരു ക്യാമ്പിംഗ് സ്പോട്ട് ഉണ്ട്. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ക്യാമ്പ് റിവ. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ഈ വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ. പോകണ്ട അങ്ങോട്ട്. സംഭവം ഒരു ദിവസം സ്റ്റേ ഉള്ളൂ, പക്ഷേ അത്യാവശ്യം കുറച്ച് ലഗേജ് ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് നമ്മളെ ഫുഡും കാര്യമൊക്കെ ഉണ്ട്. കാരണം ഈ ക്യാമ്പിൽ നമ്മൾ ഫുഡൊക്കെ മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഗ്രില്ല് ചെയ്യാനുള്ള പ്ലാനാണ്. എന്താ മെത്തു? ഇതും പിടിച്ചോ. കൊണ്ടോ. ആണ് നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടി ക്യാമ്പ് റിവ. ഇവിടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ആൻഡ് ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ കാണാൻ നിങ്ങൾക്ക് പറ്റും. ഭയങ്കര എന്താ പറയുക, ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്രോപ്പർട്ടി. വളരെയധികം പീസ്ഫുൾ ആയിട്ടുള്ള ലൊക്കേഷനിൽ ഒരു ദിവസം നമ്മുടെ ഫാമിലിക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു ആംബിയൻസ് ആണിത്. കാരണം കഴക്കൂട്ടത്തുനിന്ന് ഏകദേശം 30 to 45 മിനിറ്റ്സ് അത്രേ ഉള്ളൂ കേട്ടോ ഈ പ്രോപ്പർട്ടിക്കുള്ള ദൂരം. ഈ ദിവസം നമ്മൾ മാത്രമായിട്ട് ഇവിടുത്തെ വിസിറ്റേഴ്സ്. 2 ടെൻറ്റാണ് പിച്ച് ചെയ്തേക്കുന്നത്, ബാക്കി എല്ലാ ടെൻറ്റും അവർ മാറ്റി വെച്ചേക്കാണ്. ഇവിടെ ഏകദേശം ഒരു 10-11 ടെൻറ്റ് പിച്ചാനുള്ള സ്പോട്ടുണ്ട്. ഇതാണ് എൻ്റെ ടെൻറ്റ്. ഞാനും ഷാമിയും കുഞ്ഞും ഇവിടെ ആയിരിക്കും. 3 പേർക്ക് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും. കുഴപ്പമില്ല. അതെ, ഒരു കാര്യമുണ്ട്, ഇങ്ങ് നോക്കിയേ. ഇത് അടച്ചിട്ട് പോകണം. കാരണം എന്താ അറിയോ? എന്താ? ആ, അതന്നെ. ഈ ഒരു പ്രോപ്പർട്ടി ശരിക്കും ഉണ്ടല്ലോ, കഠിനംകുളം ലേക്ക്, അതിൽ നിന്ന് വരുന്ന ചാലുണ്ട്, ചാലെന്നൊക്കെ പറയാൻ തോന്നുന്നു, അതിനടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ഇവിടെ കയാക്കിംഗ് ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് ഈ കാണുന്ന ചാലത്ത് നേരെ ആ കായലിലേക്ക് പോയി സൺസെറ്റ് ഒക്കെ കണ്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. ഇഷ്ടായോ? ഇഷ്ടായോടാ? ഞങ്ങളെക്കാളും കൂടുതൽ എൻജോയ് ചെയ്തത് ദൈവം കേട്ടോ. ഈ ഇത്രയും സ്പേസിൽ ഓടിക്കളിച്ച് അവിടെയുള്ള ഹാമോക്കിലും ഊഞ്ഞാലൊക്കെ കയറി ഫുൾ ഇനിയും ഇഷ്ടംപോലെ ഗെയിം ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അത് അവൾ ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഡബിൾ വെക്കണ്ടേ? ഡബിൾ ഉണ്ടെന്ന് എന്നോട്. ആ, എന്നാ ശരി, വേണ്ട. പിന്നെ നിനക്ക് വേണ്ടിയിട്ട് പിന്നെ പ്ലെയിൻ മേടിച്ചിട്ടാ ഓടിയോ. ശരി, അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാമോ? ഞാൻ പോയിട്ടേ പോവാം. ഡബിൾ ഒരെണ്ണം എടുക്ക് ഇപ്പം, എന്നിട്ട് ഞാൻ അമ്മയൊന്ന്. നീ സിംഗിൾ ഓടിക്കില്ലേ? ഓടിക്കോ? നോക്കാം. ആദ്യമേ അപ്പയും അമ്മൂമ്മയും കൂടെ ഇത് ഇവിടെ ഇങ്ങനെ തുഴഞ്ഞിട്ട് 2 റൗണ്ട് ഓടിയിട്ട് തിരിച്ചു വരും. എന്നിട്ട് ദേവുവിനെ കൊണ്ടുപോകാം കേട്ടോ. ഓക്കെ.
മമ്മേ കായലിൻ്റെ നടുക്ക് ചെറിയ ഓളങ്ങളും ചെറിയ കാറ്റും ഈ സൺസെറ്റ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്. അങ്ങനെ നല്ലൊരു സൺസെറ്റൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ കംപ്ലീറ്റ് ആംബിയൻസ് മാറിയായിരുന്നു. ഈ ലൈറ്റൊക്കെ ഇട്ട് പറ്റുള്ള ഈ പ്രോപ്പർട്ടി നല്ല രസമുണ്ട് കാണാനായിട്ട്. അമ്മയോ അങ്ങനെ നല്ലൊരു ഈവനിങ് ടൈമെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത പ്രോഗ്രാമിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. രാത്രിത്തെ ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചിക്കനും വെജീസൊക്കെ മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ വന്നിട്ട് ചെയ്യാനുള്ള സ്പേസും അതിനുള്ള ഐറ്റമൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ പുറത്ത് ഔട്ട്ഡോറിൽ ബാർബിക്കൊക്കെ സെറ്റ് ചെയ്ത് അതും കായലിനരികത്ത് ഫാമിലിയുടെ ഒപ്പം അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഈ ഒരു വൈബിലിരിക്കാൻ നല്ല രസമുള്ളൊരു പരിപാടി കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഈ ഒരു വ്യൂ ഒക്കെ ഇങ്ങനെ ആസ്വദിച്ചിട്ട് ഞങ്ങൾ പതുക്കെ കുറേ എന്തൊക്കെയോ സംസാരിച്ചിട്ടൊന്ന് രാത്രി 11 മണി വരെ കണ്ടൊക്കെ എല്ലാവരും ആക്റ്റീവായിരുന്നു. പതുക്കെ 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 ഉറക്കമൊക്കെ വന്ന് നമ്മൾ ആ ഒരു ദിവസം പതുക്കെ വൈൻഡപ്പ് ചെയ്യായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ആദ്യമേ വിചാരിച്ചത് ചൂട് കാരണം ഉറങ്ങാൻ പറ്റില്ലായിരിക്കും എന്നായിരുന്നു. പക്ഷേ രാത്രി ആയപ്പോഴത്തേക്ക് ഞങ്ങളിത് ഈ ഫാനുണ്ട്, അതല്ലാണ്ട് തന്നെ ഇവിടെ ഒരു ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട്, ഒരു വിൻഡോ പോലെ. അപ്പോൾ അതൊക്കെ തുറന്നിട്ട് നല്ല തണുത്ത കാറ്റൊക്കെ വന്നിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി കേട്ടോ. രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് കാണുന്ന കാഴ്ച കേട്ടോ അത്. നല്ല മഞ്ഞും ചെറിയ തണുപ്പൊക്കെ ആയിട്ടുള്ളൊരു ഒരു കാഴ്ച. ഇവിടെ കൂടെ നമ്മൾ ഇന്നലെ കയാക്കിംഗ് ഒക്കെ പോയത്. നമ്മുടെയൊക്കെ ഡെയിലി ബിസി ലൈഫിനകത്ത് ഇതേപോലൊരു ഒരു ദിവസമെങ്കിലും ഇങ്ങനെ പീസ്ഫുള്ളായിട്ട് രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഒന്നിനെയും കുറിച്ച് ആലോചിക്കാണ്ട് വെറുതെ പുറത്തേക്ക് നോക്കിയിരിക്കാൻ പറ്റുന്നൊരു ടൈം ശരിക്കും വേണം. ഒരു കൈൻഡ് ഓഫ് റീചാർജിങ് അവർ സെൽഫ്. എങ്ങനെയായത് ഉറക്കം?
കളിക്കണോ? എന്തോടി എന്തിട്ട് എവിടെ പോടി? എവിടെ പോടി? എവിടെ പോടി? എവിടെ പോടി? എവിടെ പോടി? എന്താ സുഖമൊക്കെ. ഹായ് ദേവപ്പാ, ദേവൂസ്. എഴുന്നേറ്റ് 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 വാ ശരിപ്പെടു വാ കമാൻ ഒതുക്കെ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പതുക്കെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നല്ലൊരു ഈവനിങ് ഒരുക്കി തന്ന ക്യാമ്പ് റിവ്യൂട്ട് താങ്ക് യു പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ.